എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു രജിസ്ട്രേഷൻ ഇന്നാണ് അവസാനിക്കുന്നത്. അതായത് ജൂൺ 18-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്നാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ admission.keralauniversity.ac.in/FIUGP 2025/index.php എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഇവിടെ ആപ്ലിക്കൻ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അഥവാ നിങ്ങൾ പാസ്വേഡോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എൻ്റർ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ സെലക്ട് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ, അത് ആപ്ലിക്കേഷൻ നമ്പറാണ് മറന്നു പോയതെങ്കിൽ അതിൽ ആ ഒരു ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ ക്ലിക്ക് ചെയ്യുക. ഫോർഗോട്ട് പാസ്വേഡ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുന്നു, അതുപോലെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. അപ്പോൾ അതിലേക്ക് ആ ഒരു പാസ്വേഡ്, അതായത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ടോ മറ്റോ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് മറന്നുപോയാൽ നിങ്ങൾ ചെയ്യേണ്ടത്. പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾ റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം അടുത്ത പേജിൽ ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്നാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അല്ലെങ്കിൽ ആ ഒരു ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കണം. യൂണിവേഴ്സിറ്റി ഫീസ് SC/ST വിദ്യാർത്ഥികൾക്ക് 1353 രൂപയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഏകദേശം 2800 രൂപയോളമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കോളേജിൽ നേരിട്ട് പോയിട്ട് വിദ്യാർത്ഥികൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് വരുന്നത് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫീസ് വരുന്നത് നിങ്ങൾക്ക് 1390 രൂപയാണ് SC/ST വിദ്യാർത്ഥികൾക്ക് വരുന്നത്. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് 2800 രൂപയാണ്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ മറ്റു NIOS മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 865 രൂപ. അതുപോലെ മറ്റുള്ളവർ ആണെങ്കിൽ 2275 രൂപയാണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള കാര്യം പറയാം. ആദ്യം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 1390 രൂപയാണ് SC/ST വിദ്യാർത്ഥികൾക്ക്. അതുപോലെ ജനറൽ വിഭാഗമാണെങ്കിൽ 2800 രൂപയാണ്. ഇത് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച പേജിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുവഴി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എടുക്കുക, പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോളേജിലാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ പോവുക, അഡ്മിഷനായിട്ട് പോവുക. ചില സമയത്ത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇന്ന സെൻറ്റേഴ്സിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കോളേജിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി. അത് വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു തരും. അതല്ലെങ്കിൽ കോളേജിൽ തന്നെ സൂക്ഷിക്കാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു കോളേജിലെ ഫീസും അടക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കോളേജിൽ കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അപ്പോൾ എനിക്ക് ആ ഒരു ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ തന്നെ മതി, അല്ലെങ്കിൽ കിട്ടിയ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഒരു 5 ഓപ്ഷൻ കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ 5 ഓപ്ഷൻ കൊടുത്ത സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെ 6, 7, 8, 9 അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്പോൾ ആ ഒരു സീറ്റിൽ നിങ്ങൾ പോയിട്ട്
ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. കാരണം ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്നാണ്. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പരിഗണിക്കും, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കിട്ടിയ സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ, അതായത് ഈ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെമ്പററി അഡ്മിഷൻ നേടാം. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഒന്നുകിൽ ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും, ബാക്കി ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷന് ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്തുകൊണ്ട് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി. പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ കോളേജിൽ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ട ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കോളേജിൽ അന്വേഷിച്ച് പോയിട്ട് വേണം അഡ്മിഷൻ എടുക്കാനായിട്ട്. കാരണം നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് അനുസരിച്ച് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ടാകും. അപ്പോൾ ഈ ഒരു കോളേജുകളിലൊക്കെ ഫീസിൽ വ്യത്യാസം, നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഗവൺമെൻറ് കോളേജിൽ ഫീസ് വളരെ കുറവായിരിക്കും, എന്നാൽ സെൽഫ് ഫിനാൻസിലും അതുപോലെ എയ്ഡഡ് കോളേജുകളിലെ സെൽഫ് ഫിനാൻസ് കോഴ്സുകളും ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 19, 20, 21, 23 തീയതികളായിട്ടാണ് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ 17/6/2025 വരെ പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ സർവകലാശാല ഫീസ് പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് അടച്ച ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ കോളേജിൽ ഹാജരായി താൽക്കാലിക സ്ഥിര അഡ്മിഷൻ, പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിലെ നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കാത്ത പക്ഷം രണ്ടാം അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അവകാശപ്പെട്ടിരിക്കുന്ന എല്ലാ ക്ലെയിമുകളും തെളിയിക്കുന്നതിലേക്കോ അസൽ രേഖകൾ അഡ്മിഷൻ സമയത്ത്, അതായത് ഈ ഒരു ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാവിധ ഡോക്യുമെൻറ്റ്സും റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും തെളിയിക്കുന്നതിനായിട്ട് അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. പ്രവേശന സമയത്ത് ഓൺലൈൻ അപേക്ഷാ ഫോമിൽ പരാമർശിക്കാത്ത ക്ലെയിമുകൾ ആദ്യം തെളിയിക്കുന്നതിലേക്കായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയാൽ പോലും ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കില്ല. അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കൊണ്ടുപോയാൽ അത് സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു ഏകജാല സംവിധാനത്തിൽ പങ്കെടുക്കാൻ, അതായത് അപേക്ഷിക്കാൻ പാടുള്ളൂ. OCI കാർഡ് ഉള്ളവരോ വിദേശ വിദ്യാർത്ഥികളോ ഈ ഒരു ഏകജാല സംവിധാനമായി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഇത്തരം വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിലെ സെൻറ്റർ ഫോർ ഗ്ലോബൽ അക്കാദമിക് വിഭാഗമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് കോഴ്സുകളുടെ ഷെഡ്യൂൾ കൂടി കൊടുത്തിട്ടുണ്ട്. BA മ്യൂസിക്, അതുപോലെ തന്നെ BPA, അതുപോലെ വിവിധ കോഴ്സുകളുടെ ആ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതായത് BPA മ്യൂസിക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതാണെന്ന് ചോദിച്ചാൽ BPA കോഴ്സിൻ ശ്രീ സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്, അതായത് ആ ഒരു കോളേജിലെ ഒരു മ്യൂസിക് കോളേജിലെ ആ ഒരു ഷെഡ്യൂളാണ്, അതായത് അഡ്മിഷൻ ഷെഡ്യൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അതായത് BA മ്യൂസിക് കോഴ്സിൻ്റേത് കൊടുത്തിട്ടുണ്ട്. BA മ്യൂസിക് കോഴ്സിൻ്റേത് ഷെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു BA മ്യൂസിക് കോഴ്സിൻ്റേത് ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഈ ഒരു വിവിധ കോളേജുകളിൽ ഈ ഒരു BA മ്യൂസിക് കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ്, അതായത് ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതും, അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്ത ശേഷം നിങ്ങൾ കോളേജിൽ പോയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് നിങ്ങൾക്കൊന്നുകിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം, അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.